എനിക്ക് തോന്നുന്നു കൂടുതലും ലുക്സും പിന്നെ സുരേഷ് ചേട്ടൻ്റെ കുറച്ച് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരു എനിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാ വിളിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൂടുതലും ഞാൻ മാധവനിൽ കണ്ടിട്ടുണ്ട്. നിങ്ങള് ബ്രദേഴ്സിലെ ഇപ്പം ഗോകുലും മാധവും രണ്ടുപേർക്കും അച്ഛന്റെ നല്ല ചായ ഉണ്ട്, പക്ഷെ രണ്ടുപേരും കാണാൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ തമ്മിൽ ഇരുണ്ട് അച്ഛന്റെ ലുക്ക് ആർക്കാ കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഒക്കെ കുഞ്ഞിലേക്ക് ഉണ്ടാവുമായിരുന്നോ? കുഞ്ഞിലെ നമ്മൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവത്തില്ല, പക്ഷെ എപ്പോഴും ഒരു റെഫറൻസ് എന്നുള്ള നിലയിൽ കമ്പാരിസൺ പോവായിരുന്നു. എപ്പോഴും നമ്മൾ തമ്മിലല്ല, ബാക്കിയുള്ളവർ പുറമേ ആയിരുന്നു വരുന്നത്. ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ അച്ഛന്റെ അപ്പിയറൻസ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ചേട്ടനാ. സ്വഭാവം അത് ഞാൻ അതിലോട്ടെത്താം. അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ നോട്ടാണെങ്കിലും പല പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ആളെ ഒരു ക്യാമറയുടെ മുന്നിൽ പിടിച്ചിരുത്തുമ്പോഴാണെങ്കിലും അച്ഛന്റെ ഏറ്റവും കൂടുതൽ മാനറിസംസ് വരുന്ന ചേട്ടൻ തന്നെ. ഞാൻ കൂടുതൽ അമ്മയെ പോലെ. സ്വഭാവത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അച്ഛന്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. രണ്ടിടത്ത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് രണ്ടുപേർക്കൊന്നും അല്ല, ചേച്ചിമാർക്കും എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. കറക്റ്റ് ആയിട്ട് ആ ഒരു പെരുമാറ്റ രീതി. സീലിക്ക, നിങ്ങള് കുട്ടികളെ പറ്റിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാവരും പറയും, കാരണം ബെസ്റ്റ് രീതിയിലുള്ള പാരന്റിങ് ആണ് തന്നിരിക്കുന്നത്, നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന രീതിയെ പറ്റിയൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സ്റ്റാർ കിഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കോൺസെപ്റ്റ്, ആൾക്കാരുടെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്ന രീതിയിലാണ് നിങ്ങളുടെ അപ്ബ്രിങ്ങിങ്. വളരെ സെന്റേർഡ് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും ഉള്ള അപ്ബ്രിങ്ങിങ് ആയിരുന്നു നമ്മുടെ. അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള വളരെ തല്ലായിരുന്നു. ഞാൻ റീസെന്റ് ഇന്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കും. മാധവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് മാധവ് കുറച്ച് നമുക്ക് സൂപ്പർ സ്റ്റാറിന്റെ മകൻ അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിനിസ്റ്ററിന്റെ മോൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയില്ല. അവനെന്ന് വെച്ചാൽ നോർമൽ പീപ്പിള് ബിഹേവ് ചെയ്യുന്ന പോലെ അത് ഡൗൺ ടു എർത്ത് ആണ്. അതിന് അവൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കാരണം അവനിക്ക് അങ്ങനെ ഇന്ന വേണം അങ്ങനത്തെ അത് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി തെറ്റിദ്ധാരണ വരുന്ന സാധനങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടും കൂടുതലായിട്ട് മാധവന് ആൾക്കാർക്ക് അറിയുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ചിന്തകളൊക്കെ എടുത്ത് കളയുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. മാധവൻ ആസ് ആൻ ആക്ടർ പരിചയമില്ലെങ്കിലും സുരേഷന്റെ മകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും മീഡിയയിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, മാധവ് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. പറയാനുള്ള കാര്യം ആവശ്യത്തിലധികം ഒന്നും പറയത്തില്ല, ടു ദ പോയിന്റേ പറയുള്ളൂ, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും. ഇത് സി മീഡിയയുടെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മീഡിയ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ വിദേശത്തൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പാപ്പരാസി കൾച്ചറിലേക്ക് നമ്മൾ എത്തി ഓൾമോസ്റ്റ്. അപ്പം മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പ്ലാൻഡ് ആണോ അതോ നാച്ചുറലി യു ആർ ലൈക്ക് ദിസ്? I think it's natural. I think. Because we didn't plan anything. We just came. I think it's natural and it is simple. I think she's referring to not just the interviews happening right now, in general how my interactions So he used go to with give the media. bites to media channel before becoming an actor. I'm saying that only. It's natural. എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. മറ്റൊരാളെ കുഴിതോണ്ടിയല്ല നമ്മൾ നമ്മുടെ ജീവിതം ഉണ്ടാക്കേണ്ടത്. എൻ്റെ അച്ഛൻ പലപ്പോഴും അതിന് ഇരയായിട്ടുള്ള ഒരാളാണ്. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് കുറെ പേര് റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കേണ്ടത് കൂടിയാണ്. ഇപ്പൊ മാധവ് ഈ വിഷയം എടുത്തിട്ടത് കൊണ്ട് തന്നെ പറയാം. ഇപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ക്രൈസിസ് നടക്കുന്ന സമയമാണ്. പക്ഷെ ഈ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മൾക്ക് നല്ലൊരു ക്ലെൻസിങ് പ്രോസസ് നടത്തി നല്ലൊരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാം. പക്ഷേ ഇത്തരത്തിൽ ഇപ്പം ലേഡീസിനോട് എതിരുള്ള കാര്യമല്ല, പക്ഷെ പവർ ഉള്ള കുറേ ആൾക്കാർ ചേർന്ന് ടാലന്റഡ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് കുറേ ആൾക്കാർ മാത്രം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഏട്ടൻ അതിൻ്റെ ഒരു വലിയൊരു വിക്ടിമാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു പൊസിഷനിൽ നിന്നിട്ട് അദ്ദേഹത്തിന് വലിയൊരു ക്രൈസിസ് ആണ് പിന്നെ കുറേ ഏറെ വർഷങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് മാധവന് പറയാനുള്ളത്? ഇപ്പോൾ ജസ്റ്റ് പ്യൂർലി ബേസ്ഡ് ഓൺ അച്ഛന് സംഭവിച്ച എന്താണ്, ഓരോരുത്തരുടെ ലൈഫിൽ നടക്കുന്നതും അവരുണ്ടാക്കുന്ന ചോയ്സസിന്റെയും അവരുടെ എൻവയൺമെന്റ് അവർ ചൂസ് ചെയ്യുന്നതിന്റെയും അവരുടെ ലക്ക് ഫാക്ടറും പോലെ ഇരിക്കും. എനിക്ക് അച്ഛൻ എന്താണ് അനുഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇറ്റ് വാസ് ഫേറ്റ്. അച്ഛൻ്റെ സ്റ്റാർസിൽ അച്ഛൻ അതിൽ കൂടെ പോകണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നടന്നു. അത്രയായിട്ട് എനിക്ക് പറയാനുള്ളൂ. മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ പോകുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കിതിനെ പറ്റി അറിയാവുന്നതെല്ലാം
സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനൽസിലും മാത്രം വഴി വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ നിന്ന് ഒരു വിധി പോലും വന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറ്റി. ഞാൻ മലയാള സിനിമയിൽ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അതിൽ കൂടുതൽ ഇൻസൈറ്റ് മലയാള സിനിമയിലോട്ടും ഇല്ല, ഈ നടക്കുന്ന ഇഷ്യൂലോട്ടും ഇല്ല. ആൻഡ് ഒരു കോടതി വിധി വരുന്നവരെ ഞാനെന്നൊരു വ്യക്തി, ഒരു ആക്ടർ വിട്ട് ഞാനെന്നൊരു വ്യക്തി ഇതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നത് റോങ് ആണ്. പിന്നെ സ്ത്രീ സുരക്ഷിതമല്ല, സേഫ്റ്റി അത് നമുക്ക് എല്ലാ മേഖലയിലും ആവശ്യമാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും എല്ലാരും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഇപ്പൊ മീഡിയാസ്, ഞാൻ മീഡിയനെ അങ്ങനെ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാര് അവര് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മള് ഇപ്പൊ ചില അവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വാട്സപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റ് എവിഡൻസസോ, അപ്പൊ അന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പൊ എവിഡൻസ് അവർക്കും കാണിക്കാനൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷെ ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ആര് വേണമെങ്കിലും ആരോപിക്കാം. ഇപ്പോൾ എനിക്ക് മാധവനെ ആരോപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആരോപിക്കാം, അത് ഈസിയാണ്. പക്ഷെ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പാടുണ്ട്. എന്നാലും ഇപ്പൊ കോടതി നമുക്ക് അഫ്കോഴ്സ് കോടതിയിലൊക്കെ നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉള്ളതാണ്. ഇപ്പോൾ അവരും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളവരാ. അപ്പൊ അവരാരും അങ്ങനെ ഫേവറബിൾ ആയിട്ട് ഇപ്പോൾ നടന്മാരാണ് അല്ലെങ്കിൽ ഇവരാണ് എന്നുള്ള ഫേവർ ഒന്നും അവർക്കില്ല, പ്രത്യേകിച്ച് മീഡിയാസ് ഏറ്റെടുത്ത കാര്യമായതുകൊണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് അതിൽ ശരിക്കും ഒരു ക്ലാരിറ്റി വരണം. അപ്പോഴാണ് നമുക്ക് ഇവരെ ഇന്ന ആളാണ് ഇത് ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ ചിന്തിക്കണം. അഫ്കോഴ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള അവരുടെ മാനസികാവസ്ഥയും എല്ലാം കൂടി കണക്കിലെടുത്തിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഐ തിങ്ക് ഫ്യൂച്ചറിലേക്ക് ഇനി അങ്ങനെ വരാണ്ടിരിക്കാനും അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലെൻസിങ് സിസ്റ്റം പോലെ നമുക്കതിനെ കാണാം. രാജു പറഞ്ഞ പോലെ ഇതേപോലെ ഒരു ഇഷ്യൂ ഇത്രയും മീഡിയയിൽ ലൈം ലൈറ്റ് കിട്ടാൻ കാരണം ഇത് മലയാള സിനിമ ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ്. ഇത് വേറെ വർക്കിംഗ് എൻവയൺമെന്റ്സ് നടക്കുന്നില്ലെന്നാണോ ആൾക്കാരുടെ വിചാരം? എനിക്കറിയാവുന്ന കുറെ വിക്ടിംസ് ഉണ്ട് പല പല വർക്ക് എൻവയൺമെന്റ്സിലും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതെ, ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല. എന്നെ സംബന്ധിച്ചോളം ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല, ഇത് ലോകത്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ലോകം മുഴുവൻ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെ നമുക്ക് കടത്തി വെട്ടാം, ആ ഇഷ്യൂവിനെ എങ്ങനെ മാറ്റാം, സ്ത്രീ സുരക്ഷ എങ്ങനെ ഒരു പ്രയോറിറ്റി ആക്കാം, അതിൽ വേണം ഫോക്കസ് ചെയ്യാൻ. അല്ലാതെ 2 സിനിമാക്കാരെ മീഡിയയിലിട്ട് ഹറാസ് ചെയ്യോ അല്ലെങ്കിൽ 2 സിനിമാക്കാരെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ല ഇതിന് സൊല്യൂഷൻ. തെറ്റ് ചെയ്തവര് കോടതി വിധി വെച്ച് ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തത് തെളിയിക്കുന്നത് വരെ അവരെ ചൂഷണം ചെയ്യാൻ എനിക്കോ ആർക്കോ അവകാശമില്ല. ആൻഡ് ഇത് സിനിമ ഇൻഡസ്ട്രിയുടെ ഇഷ്യൂ അല്ല, ഈ ലോകത്തിന്റെ ഒരു ഇഷ്യൂ ആണ്. സ്ത്രീ സുരക്ഷ ഒരു പ്രയോറിറ്റി ആയിരിക്കണം എന്നുള്ളത് ഒരു വളരെ വലിയ ഫാക്റ്റാണ്. അതിലോട്ട് ഓരോ ആണും ഓരോ കുടുംബവും ഓരോ മനുഷ്യനും അതിലോട്ട് വർക്ക് ചെയ്യണം. മിഥുൻ, any other interest in You haven't spoken at all. ഒരു ചോദ്യത്തിന് പോലും ഉത്തരം വന്നിട്ടില്ല ഇത്ര നേരം. അതാണ് മിണ്ടാതിരിക്കണം. ഞാൻ എല്ലാവരുടെ 3 പേരുടെ ഒരേപോലെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഒരാൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് സ്പെസിഫിക്കലി ചോദിച്ചു. 5 minutes straight you have to speak, bro. Come on. I used to observe a lot. Okay, like സിനിമയിലെ വേറെ വിശേഷങ്ങൾ ചോദിക്കാൻ. ഏതാണ് ഗോട്ടിലെ തളപതി വിജയ് ആയിട്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതെ, പറയൂ. കൂടുതൽ അവന് മലയാളം എനിക്ക് അതുകൊണ്ടാവും ഉണ്ടായിരുന്നു. തമിഴില് പേസുങ്കോ, തമിഴ് പുരിയും. Tamil எல்லாருமே இங்க தமிழ். Malayalis, all the Malayalis can understand Malayalam. I mean Tamil. പറയുമ്പോൾ ഫ്ലോ ഉണ്ടാവില്ല, പക്ഷേ we all understand. Yes, of course. ആൾക്കും മലയാളം മനസ്സിലാവും അത്യാവശ്യം. So goat അത് எப்படி வந்ததுன்னா that's I mean after finishing this movie and I was looking for opportunities, so that time I got a call from AGS Entertainment, so I have to thank Archana Kalpati ma'am and Agoram sir for that. And yeah, actually I'm a big fan of Vijay sir, so I have a great admiration towards him. So adilende chinna vayasla inde I like his dance, I like his acting, so ஒரு இன்ஸ்பிரேஷன். அவரை பார்த்து நம்ம அப்படி அவரை பார்த்து தான் நம்ம வளர்ந்துருக்கோம். ஸோ ஆல் தீஸ் இயர்ஸ், ஸோ அப்போலேருந்தே நம்மளுக்கு அவரை பார்க்கணும், அவர் கூட ஃபோட்டோ எடுக்கணும் அப்படின்றது வந்து ஒரு
இட்ஸ் லைக் அ ட்ரீம். ஸோ அவர் கூடயே நடிக்கிறது, அவர் கூட டான்ஸ் ஆடுறதுன்றதுலாம் வந்து இட்ஸ் லைக் அ ட்ரீம் கம் மூமெண்ட் அண்ட் ஐ ஹவ் டான்ஸ்ட் വിത്ത് ഹിം. അടിപൊളി. ഈ ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കാണ് വിജയുടെ കൂടെ അല്ലെ. ഞാനിങ്ങനെ ഇടക്ക് വിളിച്ച് ചോദിക്കും എവിടെയെങ്കിലും സൈഡിൽ ഒന്ന് എന്നെ നിർത്തുമോ പറയാൻ വിജയന്റെ കൂടെ. അത് ഒരു ഞാൻ വിജയ് സാറിനെ വേലായുധം പ്രസ് മീറ്റിലേക്ക് വന്നപ്പോ എനിക്ക് ഒന്ന് മരിച്ചുപോയി ആള്. ദാസ് എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി ഉണ്ട്, കുറച്ച് നല്ല പുള്ളി ഭയങ്കര മരിച്ചുപോയി. എനിക്കപ്പോ മെമ്മറി അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ പവർ. നമ്മള് ചില ലൈഫില് നമ്മള് നിസ്സാരക്കാരനായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അന്ന് എനിക്കത് തോന്നി. കാരണം ഇപ്പൊ ഇത് എറണാകുളത്തെ റാഡിസൺ ബ്ലൂ ഹോട്ടൽ, അന്ന് എനിക്ക് തോന്നുന്നു ഡ്രീംസ്. അപ്പൊ അന്ന് എന്നോട് ഞാൻ എപ്പോഴും പുള്ളിയെടുത്ത് പറയും ഞാൻ വിജയ് ഭയങ്കര ആരാധകനാണ്, എല്ലാവരും അസോസിയേഷൻ. അപ്പൊ ഞാൻ ദാസേട്ടനോട് ഇങ്ങനെ പറയും, പുള്ളി എന്നോട് ഇങ്ങനെ പറയും വിജയിന്റെ പടം ഞാൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും പറയും. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് പെട്ടെന്ന് വരണം. ഞാൻ എന്താ ഒരാളെ നിനക്ക് കാണിച്ചു തരാം, നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ എന്താ കേട്ടോ പറയാന്ന് പറഞ്ഞപ്പോ ആരാന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ല നീ വാ വേഗം വാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചാടി ഓടി വന്നു. അപ്പൊ എനിക്ക് ആരാന്നറിയില്ലായിരുന്നു. നേരെ വന്ന് ഡ്രീംസ് ഹോട്ടലിലേക്ക് വാന്ന് പറഞ്ഞു. വന്ന് കയറി പുള്ളി നേരെ എന്നെ വാ കയറി റൂമിലേക്ക് പോയപ്പോ വിജയ് സാറ് ഇരിക്കുന്നു. അങ്ങനെ ദാസ് സാറ് എനിക്ക് മീറ്റ് ചെയ്ത് തന്നപ്പോ വിജയ് നമ്മളെ അസ്യൂഷ്വലി എല്ലാം ഇതിലേക്ക് കാണുന്ന പോലെ തന്നെ ഭയങ്കര കാമായിട്ട് നമ്മളെന്തോ പുള്ളി ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഒന്നുമില്ലാത്ത ഫെയിമൊന്നും ഇല്ലാത്ത ഒരാള്, നമ്മളെന്തോ വലിയ ആളെ പോലെയാണ് ആള്. ഭയങ്കര ട്രീറ്റ്മെന്റ്. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ലൊരു ഒരു ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ്സ് സ്പെൻഡ് വിത്ത്. അടിപൊളി. എനിക്ക് ഭയങ്കര ഒരു മെമ്മറി എക്സ്പീരിയൻസ് ആണ്. ഒരു വലിയൊരു സ്റ്റാറിന്റെ വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടി നമുക്ക് ആരാധനയുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുവാണെങ്കിൽ മാധവ് ആരുടെ ഫാനാണ്? I want to ask this question. Well, now you're gonna get the answer, bro. ഒട്ടും ക്ലീഷ അല്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ പറയാനാണെങ്കിൽ with and without bias അച്ഛൻ എന്റെ ഫേവറേറ്റ് ആക്ടർ ആണ്. ഓ സൂപ്പർ. Always. എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആക്ടർ എന്ന് പറയുന്നത് എന്റെ അച്ഛൻ തന്നെയാണ്. ഈ ഉത്തരം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്തൊരു 10 വർഷം നിങ്ങൾ എല്ലാവരും അറിയും. എന്റെ ചേട്ടൻ, he is one of my favorite actors and you guys will know why I said this right now. പിന്നെ കുഞ്ഞിലോട്ട് കണ്ടുവന്ന സിനിമകൾ ഞാൻ കൂടുതൽ കോമഡി മൂവീസാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ദിലീപ് അങ്കിളിനെ ഭയങ്കര ഇഷ്ടം, സുരാജ് ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ സാർ, കൊച്ചിൻ അനീഫ സാർ, ഇവരെയൊക്കെ ആ കാലഘട്ടത്തിലെ കോമഡിയാണ്. ഇവരൊക്കെ ലെജൻസ് ആണ്. അവരുടെ കോമഡി ആ കാലഘട്ടത്തിൽ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് കോമഡി സിനിമകൾ ഇന്നും പ്രിയമായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഷാജി പാപ്പൻ മീഡിയ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നാണ് പേര്. ഞങ്ങളുടെ ചാനലുമായിട്ട് സുരേഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞങ്ങളൊരു ഫാൻസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ വിഷ്വൽ ഒന്ന് കാണിച്ചു തരട്ടെ. ഞങ്ങളുടെ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു സുരേഷ് ഏട്ടന്റെ ഇവന്റ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷാജി പാപ്പൻ, ഞങ്ങൾക്കൊരു ഷാജി പാപ്പനുണ്ട്, ഞങ്ങളുടെ ഓണർ ഷാൽബിന്റെ കല്യാണത്തിനൊക്കെ സുരേഷ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം കുറേ നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം നടത്തിച്ചിട്ട് പോയതുപോലെ തന്നെ ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആ വീഡിയോസ് ജസ്റ്റ് കാണിച്ചു. അതെ, മനസ്സ് കീഴടക്കാൻ പഠിക്കണല്ലേ. സ്നേഹമാണ്, ശുദ്ധ മനുഷ്യനാണ്. സുരേഷ് ഏട്ടൻ അങ്ങനെ എന്തെങ്കിലും ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഡയറ്റ് ഒട്ടും ഇല്ലാത്ത ഏക ജീവി ഞാനായി ലോകത്ത്. അല്ല, എന്നാലും മമ്മൂക്ക പറയുന്ന കേട്ടിട്ടുണ്ട് സുരേഷ് ഏട്ട, ഒരു നടനെ സംബന്ധിച്ച് ശരീരമാണ് അവന്റെ ആയുധം എന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ ഈ ബോഡി എന്തെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്ക് പോലെ? ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്, പോളണ്ടിന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്. അതൊരു അപൂർവ ജന്മമാണ്. അങ്ങനൊന്നും ലോകത്താർക്കും പറ്റില്ല. വലിയ നടനാണ് മോഹൻലാൽ, മോഹൻലാലിനും പറ്റില്ല. ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബെസ്റ്റ് ഇവന്റ് എവർ. നേരത്തെ മമ്മൂട്ടി സാറിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും മാൻസ് എ ഡിഫറെന്റ് ബ്രീഡ്. ഈ പ്രായത്തിലും
ഈ രൂപം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത്രയും ലൈഫ് സ്റ്റൈലിൽ സാക്രിഫൈസ് ചെയ്തിട്ട് മാത്രമാണ്. ഈ ഒരു തൊഴിലിലോട്ട് കയറുമ്പോൾ ഞാൻ ആ കാര്യം അച്ഛൻ പറഞ്ഞതിലോട്ട് ഞാൻ എതിർക്കുന്നു. മമ്മൂട്ടി സാറിന്റെ ലൈഫ് സ്റ്റൈല് പോലെ മെയിൻറ്റെയിൻ ചെയ്താലേ ആ ഒരു പ്രായത്തിലും ഇതേപോലെ ലീഡ് മൂവീസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെല്ലാ രീതിയിലും ആ ഒരു ഇൻസ്പിറേഷൻ ആണ്. സുരേഷ് ഏട്ടനൊക്കെ ഉറക്കമില്ലാതെ ഓട്ടാ. അതെ, ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ സിനിമ, അപ്പോൾ ആള് രണ്ടും നല്ലോണം ബാലൻസ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചില സമയത്തൊക്കെ ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ശരത് സാറിന്റെ മകള് വരലക്ഷ്മിയുടെ മാരേജിനൊക്കെ നമ്മൾ ഒരുമിച്ചാ പോയത്. അപ്പോൾ ഞാൻ സുരേഷ് ഏട്ടനൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ അവിടുന്ന് ഓടി ഇവിടെ വന്ന് അവിടുന്ന് ഓടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആള്. സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെയും എന്നും നമുക്ക് വലിയ ഇഷ്ടമാണ്. മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന്റെ കുടുംബവുമായും മലയാളി പ്രേക്ഷകർക്ക് വലിയ അടുപ്പമാണുള്ളത്. 4 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. 2 ആൺമക്കളും 2 പെൺമക്കളും. ഒരാൾ സിനിമയിൽ സജീവമായപ്പോൾ ഇളയ മകൻ ഇപ്പോൾ സിനിമയിലേക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കുമ്മാട്ടി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ്. പലപ്പോഴും പല കാര്യങ്ങളും വളരെ പക്വതയോടെ സംസാരിക്കുന്ന ആളാണ് മാധവ് സുരേഷ്. മാധവിന്റെ ഇന്റർവ്യൂകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അച്ഛനോളം പക്വത. കാരണം കാണാൻ ഗോകുലാണ് അച്ഛനെ പോലെ, സുരേഷ് ഗോപിയെ പോലെ എങ്കിലും മാധവിനാണ് സുരേഷ് ഗോപിയുടെ സ്വഭാവം കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ പെരുമാറ്റം കിട്ടിയിട്ടുള്ളത് എന്നാണ് മാധവ് പറയുന്നത്.